ഹായ് ഹലോ വെൽക്കം ടു ടി ടി അക്കാഡമി. എൽ പി യു പി ഇൻ്റർവ്യൂ സീരീസിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എൽ പി എസ് ഐയുടെ നിലവിലുള്ള ഇൻ്റർവ്യൂവിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളും അവയ്ക്ക് നമുക്ക് പറയാൻ സാധിക്കുന്ന ഉത്തരങ്ങളുമാണ്. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മുടെ എൽ പി തലത്തിലെ ഗ്രേഡിംഗ് രീതിയെക്കുറിച്ചാണ് നമ്മൾ വിശദമായി നോക്കാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നിരന്തരവും സമഗ്രവുമായ വിലയിരുത്തൽ ഗ്രേഡിംഗ് രീതിയാണ് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മുടെ എൽ പി ക്ലാസ്സിൽ ഉപയോഗിക്കുന്ന ഗ്രേഡിംഗ് രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരന്തരവും സമഗ്രവുമായ വിലയിരുത്തൽ രീതി, CCE. അപ്പം എന്താണ് CCE എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്ന് ഓർത്ത് നോക്കണം. നിരന്തരവും സമഗ്രവുമായ വിലയിരുത്തലാണ് ഇപ്പം നമ്മൾ എൽ പി ക്ലാസ്സിൽ ഉപയോഗിക്കുന്നത്. എൽ പി ക്ലാസ്സുകളിൽ 5 പോയിന്റ് ഗ്രേഡിംഗ് രീതിയാണ് പൊതുവായി ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ CCE ആണെങ്കിലും ക്ലാസ്സിൽ എക്സാമിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് 5 പോയിന്റ് ഗ്രേഡിംഗ് രീതിയാണ്. അപ്പം നമുക്ക് അതെന്താണെന്ന് നോക്കാം. എക്ക് 5 പോയിന്റ് എന്നും ബിക്ക് 4 പോയിന്റ് എന്നും സിക്ക് 3 പോയിന്റ് ഡി 2 പോയിന്റ് ഇ 1 പോയിന്റ് അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. അതായത് ഒരു 5 മാർക്ക്, ഒരു ക്വസ്റ്റിന് 5 മാർക്ക് കിട്ടുന്ന കൊച്ചാണെങ്കിൽ ആ കൊച്ചിനെ നമ്മൾ എ എന്നായിരിക്കും ആ ഒരു ഉത്തരപേപ്പറിൻ്റെ സൈഡിൽ നമ്മൾ രേഖപ്പെടുത്തുക. അതേസമയം ആ കുട്ടിക്ക് ആ ഒരു ചോദ്യത്തിന് 1 മാർക്കേ കിട്ടുകയുള്ളെങ്കിൽ, അതായത് എല്ലാ ചോദ്യവും നമ്മൾ 5 മാർക്കിലായിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക. അപ്പം ആ ഒരു ചോദ്യത്തിന് കുട്ടിക്ക് 1 പോയിന്റ് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ സൈഡിൽ നമുക്ക് 1 എന്നതിന് പകരം ഇ എന്നായിരിക്കണം നമ്മൾ രേഖപ്പെടുത്തുന്നത്. അപ്പം ഇങ്ങനെ എ ബി സി ഡി ഇ, എ ബി സി ഡി ഇ എന്ന രീതിയിൽ രേഖപ്പെടുത്തുന്നതിനാണ് നമ്മൾ, അതായത് 5 എണ്ണം അല്ലേ അത് വരുന്നത്. അപ്പോൾ അങ്ങനെ ഓർത്തിരുന്നാൽ മതി. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, 5 പോയിന്റ് ഗ്രേഡിംഗ് രീതി എന്ന്. അപ്പം നമുക്കിനി ഇങ്ങനെ ഒരു 5 പോയിന്റ് ഡയറക്റ്റ് ഗ്രേഡിങ്ങിനുള്ള മേന്മകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. 1-2 സ്കോർ വ്യത്യാസം കൊണ്ട് കുട്ടികളെ വേർതിരിക്കുന്ന രീതി ഒഴിവാകുന്നു. അപ്പം 1-2 ഈ റാങ്കുകളൊന്നും ഉണ്ടാവത്തില്ല. 1-2 മാർക്കാണ് ഒരു കുട്ടിക്ക് തമ്മിൽ മൊത്തത്തിൽ വരുന്ന വ്യത്യാസമെങ്കിൽ ആ കുട്ടിയെല്ലാം മിക്കപ്പോഴും എ എന്ന് പറയുന്ന ആ ഒരു ഗ്രേഡിൻ്റെ അണ്ടറിൽ വരും. അപ്പം അവരെല്ലാവരും ആ ഒരു താരതമ്യം ഒഴിവായി കിട്ടും. കുട്ടികൾ അനാരോഗ്യകരമായ മത്സരം കുറയ്ക്കുന്നു. അപ്പം 1 മാർക്ക് കൂടി കുറഞ്ഞു. അപ്പം ഏകദേശം നന്നായി പഠിക്കുന്ന എബോ ആവറേജ് ഉള്ള കുട്ടികൾക്ക് എല്ലാവർക്കും എ എന്നൊരു ഗ്രേഡായിരിക്കും കിട്ടുക. അപ്പം അതേസമയം മാർക്കാണെങ്കിൽ 25-25, 23, 22 എന്നുള്ള മാർക്കൊക്കെ വരുമ്പം ഒരു കുട്ടിക്ക് വേണേൽ തോന്നാം, അയ്യോ അതായത് നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിക്ക് തോന്നാം, ആ കൊച്ചിന് 25 ഫുള്ള് കിട്ടിയല്ലോ, എനിക്ക് 2 മാർക്ക് കുറഞ്ഞു പോയല്ലോ. ഇത് വരുമ്പം ഇങ്ങനെ ഗ്രേഡിംഗ് രീതി വരുമ്പം അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. പിന്നെ വിലയിരുത്തലെ പാകപ്പിഴകൾ കുറയ്ക്കുന്നു. അതായത് നമ്മൾ ഓരോ പേപ്പറും, ഇപ്പം ഞാൻ നോക്കി ഒരു പേപ്പർ നോക്കി, വേറൊരാൾ ഒരു പേപ്പർ നോക്കി, ചിലപ്പം എനിക്ക് ആ ഒരു ഉത്തരത്തിൽ ഫുൾ മാർക്ക് ഇടാൻ തോന്നും, പക്ഷേ അടുത്തയാൾക്ക് അതിന് തോന്നണമെന്നില്ല. ചിലപ്പോൾ 1 മാർക്കൊന്ന് കുറയ്ക്കാൻ തോന്നും. പക്ഷെ ആ 1 മാർക്ക് കുറച്ചാലും ടോട്ടൽ ഗ്രേഡ് വരുമ്പോഴത്തേക്കും വലിയൊരു വ്യത്യാസം അവിടെ കാണത്തില്ല. പിന്നെ ഒരു പരീക്ഷയിൽ ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള കുട്ടിയെ കണ്ടെത്തൽ. ഒരു പരീക്ഷയിലെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലെ കുട്ടിയെ കണ്ടെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഗ്രേഡ് എന്ന് കണ്ടെത്താൻ പറ്റും എന്നാണ് ഉദ്ദേശിക്കുന്നത്. കുട്ടികളെ അവരവരുടെ കഴിവിനനുസരിച്ച് പ്രത്യേക ഗ്രൂപ്പുകളായി തിരിക്കുക. അത് പ്രത്യേകിച്ചൊന്നും കാര്യമൊന്നുമില്ല. ഇപ്പം എ കിട്ടിയ കുട്ടികളെല്ലാം ഒരു ഗ്രൂപ്പായിട്ടും അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു കുട്ടികളുടെ ശക്തിയും ദൗർബല്യവും ഒക്കെ തിരിച്ചറിയാനും ഒക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു ഗ്രേഡിംഗ് രീതി ഉപയോഗപ്പെടുത്താമെന്ന് ഓർത്തു വെക്കുക. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ഇതിനകത്ത് ഓർത്തു വെക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന 5 പോയിന്റ് ഗ്രേഡിംഗ് രീതിയാണ് എൽ പി തലത്തിൽ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ എൽ പി തലത്തിൽ ഇപ്പോൾ നിലവിലുള്ളത് എന്നാണ് ഓർത്തു വെക്കേണ്ടത്. അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ ടോട്ടലായിട്ടുള്ളത്. അപ്പം എന്തൊക്കെയാണെന്ന് എല്ലാവരും കണ്ട് മനസ്സിലാക്കി വെക്കുക. ഇൻ്റർവ്യൂവിനായിട്ട് തയ്യാറെടുക്കുക. ഇനിയിപ്പം എൽ പിയുടെ ഇൻ്റർവ്യൂ ഒക്കെ ഏകദേശം കുറേ ജില്ലകളുടെയൊക്കെ തീരാറായി വരുന്നു. യു പിയുടെ ഇൻ്റർവ്യൂ ഉടനെ തന്നെ തുടങ്ങുന്നതാണ്. അപ്പം യു പിക്കാരും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്തു വെക്കുക. അപ്പം യു പിയുടെ ചോദ്യങ്ങൾ വരുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ തുടങ്ങുന്നതിനനുസരിച്ച് നമ്മൾ ഇതുപോലെ തന്നെ യു പിയുടെ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നതാണ്. Thank you for watching.